الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ നന്മയിൽ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു പൂർണാർത്ഥത്തിലുള്ള ശിഫയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പലരും, പൊന്നോമനകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥി പ്രായമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും സ്വർഗീയ അനുഭവങ്ങളും നൽകുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ആശ്വാസവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. വീട്ടിൽ വിരുന്നുകാർ വന്ന ഒരു സമയം അവർക്കുള്ള ഭക്ഷണം വാങ്ങാൻ അല്ലെങ്കിൽ പലഹാരം വാങ്ങാൻ ഉമ്മ കുട്ടിയെ അങ്ങാടിയിലേക്ക്, കടയിലേക്ക് അയച്ചു. ആ കുട്ടി കടയിലേക്ക് പോകുന്ന വഴിയിൽ തെരുവ് അഭ്യാസങ്ങൾ, സർക്കസ് നടക്കുന്നുണ്ട്. ആ കുട്ടി കുറച്ചു നേരം അത് കാണാം എന്ന് വിചാരിച്ച് അത് കണ്ടു നിൽക്കുകയും ആ അഭ്യാസ പ്രകടനങ്ങളിൽ മുഴുകി തന്നെ ഉമ്മ എന്തിനാണ്
ഈ അങ്ങാടിയിലേക്ക് അയച്ചത് എന്നവൻ മറന്നു പോവുകയും നേരം ഒരുപാട് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് പലഹാരപ്പൊതിയുമായി തിരിച്ചെത്തിയപ്പോൾ വിരുന്നുകാർ തിരിച്ചു പോയിട്ടുണ്ട്. ഇത് ഒരു സാങ്കല്പികമായ സംഭവമാണ്. ഇവിടെ ഈ കുട്ടി ചെയ്ത പണി എന്താണ്? അവൻ എന്തൊരു കാര്യത്തിനാണോ ആ അങ്ങാടിയിലേക്ക് പോയത്, ആ യഥാർത്ഥ കാര്യത്തെ അവൻ മറന്നു പോവുകയും അവിടെ കണ്ട ഒരു ആസ്വാദനത്തിൻ്റെ കാഴ്ചയിൽ വന്നതിൻ്റെ ലക്ഷ്യം അവൻ മറന്നു പോവുകയും ചെയ്തു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയത്ത് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പള്ളിയിലെത്തിയത് മരണമുണ്ടെന്നും മരണത്തിനപ്പുറം പരലോകവും വിചാരണയുമുണ്ട് എന്നും അവിടെ സ്വർഗനരകങ്ങളുണ്ട് എന്നും അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ്, വിശ്വാസികളായതുകൊണ്ടാണ്. വിശ്വാസികളുടെ പ്രത്യേകത തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. നബിയെ, നിങ്ങളിലേക്കും നിങ്ങളുടെ മുൻപുള്ളവരിലേക്കും അള്ളാഹു അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണവർ. വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. പരലോക കാര്യത്തിൽ ദൃഢബോധ്യമുള്ള ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ് മുത്തഖീങ്ങളായ വിശ്വാസികൾ എന്ന് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്തു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദരങ്ങളെ, പരലോകമുണ്ട് എന്ന ആ ഒരു ദൃഢബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് എന്താണ് എന്ന ഒരു യാഥാർത്ഥ്യ ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. ദുനിയാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹവ്. തീർച്ചയായും ഈ ഐഹിക ജീവിതം എന്നത്, ദുനിയാവ് എന്നത് കളിയും വിനോദവുമാണ്. ഇനി നിങ്ങൾ ശരിയായ വിധത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. ഇപ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കളികളിലും വിനോദങ്ങളിലും പെട്ടുപോകുന്ന ഇടമാണ്. എന്നാൽ അതിനിടയിൽ സൂക്ഷ്മതയോടുകൂടി വിശ്വാസിയായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം പരലോക വിജയവും നാം ജീവിക്കുന്നത് കളികളും വിനോദങ്ങളും നിറഞ്ഞ ദുനിയാവിലുമാകുന്നത് കൊണ്ട് തന്നെ അങ്ങാടിയിൽ പോയ കുട്ടിക്കു സംഭവിച്ച അബദ്ധം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ലോകം വീണ്ടും ഒരു ഫുട്ബോൾ മത്സരത്തിലേക്ക് ചുരുങ്ങിയ ഒരു സമയത്താണ് നമ്മളുള്ളത്. എല്ലാവരുടെയും ചിന്തയിൽ, ചർച്ചയിൽ, അങ്ങാടികളിൽ, തെരുവുകളിൽ, സോഷ്യൽ മീഡിയയിൽ, പത്രമാധ്യമങ്ങളിലൊക്കെ ഫുട്ബോൾ ആരവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണിത്. നമുക്കറിയാം, ഇസ്ലാം വെച്ച അതിർവരമ്പുകളുടെ വിധിവിലക്കുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അത്തരം കളികളിൽ ഏർപ്പെടുന്നതും കളികൾ ആസ്വദിക്കുന്നതും ഒക്കെ നമുക്ക് അനുവദിച്ചതാണ്. പക്ഷേ ആ അനുവദിച്ച കാര്യം നമ്മൾ കാണുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ഇനി പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചുകൊണ്ടാണോ നമ്മൾ ഇടപെടുന്നത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾ നമ്മെ മറക്കരുത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ അവനെ തന്നെ മറക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ പറഞ്ഞു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനൂ, നിങ്ങൾ ആകരുത്, കല്ലദീന നസുല്ലാഹ, അല്ലാഹുവിനെ മറന്നവരെ പോലെ, ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു എന്ന്. അപ്പം അള്ളാനെ മറക്കുമ്പോഴാണ് ഒരാൾ സ്വന്തത്തെ മറക്കുക. അള്ളാനെ മറക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ മറന്ന് ജീവിക്കുക. സഹോദരങ്ങളെ, ഈ കളികളുടെയും തിരക്കിൻ്റെയും ആരവങ്ങളുടെ ഇടയിൽ
നിസ്കാരം മറക്കുക, പ്രാർത്ഥനകൾ മറക്കുക, അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറക്കുക, ജോലിയെ മറക്കുക, തൻ്റെ കീഴിൽ തൻ്റെ ബാധ്യതയായി ജീവിക്കുന്ന മക്കളെ, ഭാര്യയെ, മാതാപിതാക്കളെ, തൻ്റെ മതപരമായ ഉത്തരവാദിത്തങ്ങളെ, താൻ പങ്കെടുക്കേണ്ട പ്രബോധന പ്രവർത്തനങ്ങളെ, അതിനുവേണ്ടിയുള്ള കൂടിയാലോചനകളെ, യോഗങ്ങളെ, പള്ളിയെ, ജമാഅത്തിനെ, ഇതിനെയൊക്കെ മറക്കുമ്പോഴാണ് നമ്മൾ പടച്ചോനെ മറക്കുക. പടച്ചോനെ മറക്കുന്നവൻ അക്ഷരാർത്ഥത്തിൽ സ്വന്തത്തെയാണ് മറക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. കളികളുടെ ടൈം ഷെഡ്യൂളുകൾ നമ്മുടെ സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിലാണ്. രാവേറെ ഉറങ്ങി പകല് ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തിലാണ് പല ഷെഡ്യൂളുകളും. അവിടെ ഞാൻ റബ്ബിനെ മറന്ന് അതുവഴി എന്നെ മറക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. രണ്ടാമത്തത്, മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ഇതിൻ്റെ പേരിൽ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. വിശ്വാസികളോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന തന്നെ യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ മറ്റുള്ളവർക്ക് എളുപ്പമുണ്ടാക്കണം. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കരുത്. അങ്ങാടികളിൽ ഇതിൻ്റെ പേരിലുള്ള റാലികൾ, യാത്രകൾ, ശബ്ദകോലാഹലങ്ങൾ, വഴി തടസ്സപ്പെട്ട് വിവിധ ആവശ്യങ്ങൾക്ക് ജോലി സ്ഥലത്തേക്ക്, ആശുപത്രിയിലേക്ക്, ഓഫീസുകളിലേക്ക് പോകുന്ന മനുഷ്യരുടെ യാത്ര മുടക്കി, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി, രാത്രികളിൽ വീടകങ്ങളിൽ കഴിയുന്ന പിഞ്ചു പൈതങ്ങൾക്ക് പോലും ഉറങ്ങാൻ കഴിയാത്ത വിധം പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആർപ്പുവിളികളും ഉണ്ടാക്കി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക. നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കുണ്ടാക്കിയ, ദീനിൻ്റെ ആവശ്യങ്ങൾക്കുണ്ടാക്കിയ പൊതു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പോയി ഇത്തരം ചർച്ചകൾ നടത്തി ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുക. മറ്റുള്ളവർക്കൊരു പ്രയാസവും ഈ ആസ്വാദനത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. മൂന്നാമത്തൊരു കാര്യം, ധൂർത്ത് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം. എന്താ നമ്മുടെ തെരുവുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? വലിയ മത്സരങ്ങൾ. ഒരാൾ 160 അടി ഫ്ലക്സ് വെക്കുമ്പോൾ 180, അവിടുന്ന് 200, 300, 450, 600. എന്താണ് സഹോദരങ്ങളെ, ഒരു സ്ക്വയർ ഫീറ്റ് ഫ്ലെക്സ് പ്രിന്റ് ചെയ്യാൻ എത്രയാണ് മാർക്കറ്റിൽ? അതിൻ്റെ ചെലവ് എത്രയാണ്? ഒരു പേടിയുമില്ലാതെ, ഭയമില്ലാതെ ഫാൻ ഫൈറ്റുകളുടെ പേരിൽ വെല്ലുവിളിച്ച് സോഷ്യൽ മീഡിയകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ഓരോരുത്തർ നിശ്ചയിച്ച് ആദ്യം അടിച്ചു കൊണ്ടുവന്ന ഫ്ലെക്സ് ഒഴിവാക്കി വീണ്ടും പ്രിന്റ് ചെയ്ത് എന്തിന്? ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ കരിഹ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു, സലാസൻ, 3 കാര്യങ്ങൾ. 3 കാര്യങ്ങൾ പടച്ചോന് അത് നിങ്ങളിൽ ഉണ്ടാകുന്നത് അല്ലാഹ്ക്ക് വെറുപ്പാണ്. ഏതാണ് ആ 3 കാര്യം? ഖീല വഖാൽ, കണ്ടതും കേട്ടതൊക്കെ ഇങ്ങനെ പറയാം, അതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയാതെ കണ്ടതും കേട്ടതൊക്കെ പറഞ്ഞു നടക്കുക, അല്ലാഹ്ക്ക് വെറുപ്പാണ്. വഇളാഅത്തുൽ മാൽ, അനാവശ്യമായി ധനം ദൂർത്തടിച്ച് കളയുന്നത്, ഒരാവശ്യമില്ലാത്ത വിധത്തിൽ ധനം നശിപ്പിച്ചു കളയുന്നത്. വകസറത്ത് സുആൽ, അധികരിച്ച ചോദ്യം. മതപരമായ സംശയം തീരാൻ വേണ്ടിയൊന്നല്ല, വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കാൻ വേണ്ടി ദീനിയായ കാര്യങ്ങളിലൊക്കെ അധികരിച്ച് ചോദിക്കുക. ഈ 3 കാര്യവും നിങ്ങളിൽ ഉണ്ടാകുന്നത് അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ഈ ഫാൻ ഫൈറ്റുകളിൽ ഇതിൻ്റെ ഒരു കാര്യത്തിലും അനാവശ്യമായി ഞാൻ പൂർത്താക്കുന്ന, പണം ചെലവഴിക്കുന്ന കാര്യങ്ങൾ അതിൽ ഞാൻ ഉണ്ടാകില്ല തീരുമാനിക്കണം. ശരിക്ക് ഈ ഫ്ലെക്സ് കടക്കാൻ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ഇത്തരം ആളുകളൊക്കെ ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയ ചില ട്രാപ്പിൽ നമ്മൾ പെട്ടുപോകാൻ, അങ്ങനെയുള്ള ചതിക്കുഴികളിൽ ഞാൻ പെട്ടുപോകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. 4ാമത്തെ കാര്യം, താരാരാധനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരമായി മാറാതിരിക്കാനുള്ള വലിയ ജാഗ്രത നമുക്കുണ്ടാകണം. നമ്മുടെ മാതൃകയാരാ? അത് ഏത് കാലത്തും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അത്യുത്തമ മാതൃകയുണ്ട്. ആ മാതൃകയെ വെടിഞ്ഞ് വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടതാരത്തിൻ്റെ പേര് നോക്കിയിട്ടാണ്, മുടി മുറിക്കുന്നത്, മുടി വെട്ടുന്നത് ഇഷ്ടതാരങ്ങളുടെ രൂപങ്ങൾക്കനുസരിച്ചാണ്, വെളുപ്പിക്കുന്നതും കറുപ്പിക്കുന്നതും കളറ് മാറ്റുന്നതും ഒക്കെ അവർക്ക് വേണ്ടിയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഅ നഹാ അനിൽ ഖസഅ. ഖസഅ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അപ്പൊ നാഫി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വമൽ ഖസഅ, എന്താണ് ഈ ഖസഅ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം വിശദീകരിച്ചു, യുഹലഖു ബഅദു റഅസി സ്വബിയ്യി വയുത്രഖു ബഅദ്. കുട്ടിയുടെയൊക്കെ മുടി വെട്ടുമ്പോൾ തലയുടെ ഒരു ഭാഗത്ത് മുടിയെടുക്കുക, മറ്റേ ഭാഗം മുടിയെടുക്കാതെ ഒഴിവാക്കുക. ഈ രൂപത്തിലുള്ള മുടി മുറിക്കൽ അള്ളാന്റെ റസൂല് വിരോധിച്ചു. ഇഷ്ടതാരം മുടി മുറിച്ചാൽ എനിക്ക് റസൂലിനേക്കാൾ വലുത് അവനാണ് എന്നതല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അഞ്ചാമത്തെ കാര്യം, ഈ തിരക്കുകൾക്കിടയിൽ അറിഞ്ഞോ അറിയാതെയോ ചൂതാട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം, അതുപോലെ തന്നെ ചൂതാട്ടം, പ്രതിഷ്ഠകൾ, പ്രശ്നം വെച്ച് നോക്കുക, അമ്പുകൾ, റിജ്സും മിൻ അമലി ശൈത്താൻ. ഇതൊക്കെ ശൈത്താന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഫജ്തനിബു, അതിനെ നിങ്ങൾ ഒഴിവാക്കൂ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാനാകുന്ന. ഇതിലെ ഈ മൈസറിനെ വിശദീകരിച്ചത് എന്താണെന്നറിയോ? പ്രത്യേകിച്ച് അധ്വാനമില്ലാതെ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ പണമുണ്ടാക്കുന്ന പരിപാടിക്കാണ് മൈസർ എന്ന് പറയാം. ബെറ്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാതെ അവനാൻ്റെ ഭാഗ്യത്തിനനുസരിച്ച് പൈസ ഉണ്ടാക്കുക. ലോട്ടറി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് അധ്വാനമില്ലാതെ അവനവൻ്റെ ഭാഗ്യത്തിനനുസരിച്ച് പെട്ടെന്ന് സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുക. ഇതിനാണ് മൈസർ എന്ന് പറയാം. ഇത് ശൈത്താന്റെ പണിയാണ്. ആ ശൈത്താന്റെ പണി ഒഴിവാക്കിയാലേ നിങ്ങൾ വിജയിക്കൂ എന്ന് അള്ളാഹ് പഠിപ്പിക്കാൻ. നമ്മുടെ സഹോദരങ്ങളെ, പന്തളി കാണൽ ഹറാമാണോ എന്ന് ചോദിച്ചാൽ ആയത്തുകളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് ഹറാമെന്ന് വിധിക്കാൻ കഴിയില്ല. പക്ഷേ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഈ ശബ്ദകോലാഹലങ്ങളുടെ ഇടയിൽ, ഈ ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ഇടയിൽ നമ്മളിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ, ആ കുട്ടി അങ്ങാടിയിൽ അശ്രദ്ധനായി നിന്നതുപോലെ പരലോക വിജയത്തിനുള്ള യാത്രക്കിടയിൽ ദുനിയാവിൻ്റെ പളപളപ്പിൽ നമ്മളും അശ്രദ്ധരായി നിൽക്കുകയാണെന്ന ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ആസ്വാദനങ്ങളിലും വിനോദങ്ങളിലും ഇടപെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായ സുഹൃത്ത് ഹാഷിം മമ്പാട് എന്ന 17 വയസ്സുള്ള നമ്മുടെ കുട്ടി മരണപ്പെടുകയുണ്ടായി. ഒരു ദിവസം സുബഹ് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായൊരു തലവേദന തലച്ചോറിലെ ബ്ലീഡിംഗ് ആയി മാറി. പിറ്റേ ദിവസം അവൻ മരണപ്പെട്ടു. ഒരുപാട് മെസ്സേജുകൾ അവനെക്കുറിച്ച് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. അതിലൊരു മെസ്സേജിൽ ഒരു വരി ഉണ്ടായിരുന്നു, മയ്യത്തിനോട് അസൂയ തോന്നിയ ദിവസമാണിന്ന്. ജീവിച്ചിരിക്കുന്നവരോടാണ് നമുക്ക് അസൂയ തോന്നാറുള്ളത്. മയ്യത്തിനോട് അസൂയ തോന്നിയ ദിവസം എന്ന് പറയാൻ കാരണം, ഒരു വിശാലമായ പള്ളിയും ആ പള്ളിയുടെ ഗ്രൗണ്ടും ഒരു 17കാരന് മയ്യത്ത് നിസ്കരിക്കാൻ നിറഞ്ഞുപോയ കാഴ്ച കണ്ടപ്പോഴാണ് ആരോ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ആ വരി കുറിച്ചത്. എങ്ങനെ ആ 17 വയസ്സിൽ അവൻ അതിന് കഴിഞ്ഞു? അവൻ ജീവിതത്തെ പടച്ചറപ്പിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ സാധിച്ചത്. കഴിഞ്ഞ ഈ ജൂണിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ സഹായിക്കാനുള്ള നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വിദ്യാനിധി എന്ന പ്രോഗ്രാം 40 കുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റും കൊടുത്ത് സഹായിക്കാൻ മണ്ഡലം കമ്മിറ്റി ചാർട്ട് ചെയ്തു. അവനാണ് മണ്ഡലം കമ്മിറ്റിയുടെ ട്രഷറർ. പൈസ പിരിച്ചായിട്ടില്ല. അവനവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഈ 40 ആൾക്കുള്ള പൈസ ഞാൻ എടുക്കാം, പിന്നെ ശാഖയിൽ നിന്ന് പിരിച്ചു കിട്ടുമ്പോൾ നിങ്ങളതെനിക്ക് തന്നാൽ മതി. ഈ ജൂണിൽ 40 കുട്ടികൾക്ക് പഠിക്കാനുള്ള വകയൊരുക്കിയിട്ടാണ് ആ 17കാരൻ യാത്രയാകുന്നത്. സഹോദരങ്ങളെ, ആർത്ത് വിളിക്കാണ് അങ്ങാടികളിൽ യുവാക്കൾ, ഫാൻ ഫൈറ്റിലാണ് ആളുകൾ.
ഇതിനിടയിൽ ശ്വാസം നിലച്ചാൽ ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, പടച്ചോനെ കാലശേഷം ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഉണ്ടാകുമോ നമുക്ക്? നമ്മളെക്കുറിച്ച് ആളുകൾ നമ്മുടെ നന്മകളെക്കുറിച്ച് സംസാരിക്കൂ, വാഴ്ത്തി പറയണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ അവൻ എന്ന് ചൂണ്ടിക്കാണിച്ച് നമ്മുടെ മക്കൾക്ക്, മറ്റുള്ളവർക്ക് നമ്മളെ മാതൃകയാക്കി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അവൻ്റെ മരണശേഷം ആ മണ്ഡലം കമ്മിറ്റി എഴുതിയ മെസ്സേജ് കണ്ടിട്ട് ആളുകൾ പറഞ്ഞിരുന്നു, ഇതെല്ലാ രക്ഷിതാക്കളും വായിക്കണം. നമ്മളെക്കുറിച്ച് അങ്ങനെ വായിക്കപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു അവന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം കരൾ രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ ഇസ്സു മോൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരൻ്റെ കുട്ടി, അവനും കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസവും ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ. മറ്റുള്ളവർക്ക് നമ്മുടെ നന്മകൾ കണ്ട് അസൂയപ്പെടാൻ മാത്രം നന്മകൾ ചെയ്തു വെച്ച് ഈ ലോകത്തോട് യാത്ര ചോദിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ മാതാപിതാക്കൾ അവനെ വളർത്തിയതുപോലെ നന്മയിൽ നമ്മുടെ മക്കളെ വളർത്താൻ ഭാഗ്യമുള്ള മാതാപിതാക്കളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളിൽ നിന്ന് അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാകട്ടെ. നമ്മളിലൂടെ കൺകുളിർമ അനുഭവിക്കാൻ നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ലോകത്ത് മുഴുവൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.